ഞങ്ങൾ ഇന്ന് മഹാരാഷ്ട്രയിലെ കുന്നിൻ പ്രദേശമായ പട്ടൻസായിൽ നിന്നാണ് സൈക്കിൾ യാത്ര തുടങ്ങുന്നത്. കൊങ്കണിന്റെ പ്രകൃതി സൗന്ദര്യവും മലനിരകളുടെ തണുപ്പും പിന്നിലാക്കി ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യം മുംബൈയോട് ചേർന്നിരിക്കുന്ന ധാനയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ 3-ാം ദിവസമാണ്. കാടുവഴികൾ ഉരുളുന്ന കുന്നുകളും ചെറു ഗ്രാമങ്ങളും ഹരിതാഭമായ വയലുകളും ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുത്തനെയുള്ള കയറ്റവും എല്ലാം നല്ല വിസ്മയ കാഴ്ചകളാണ് ഞങ്ങൾക്ക് നൽകുന്നത്. പാതയിലുടനീളം വരുന്ന ചരിത്ര സ്പർശമുള്ള ചെറിയ പട്ടണങ്ങളും കൊങ്കൺ ഭക്ഷണവും വഴിയിലെ ജീവിതവും ഓരോന്നും നാം അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് കർണാല ബേർഡ് സാഞ്ചുറിയിലേക്കാണ്. മുംബൈക്കടുത്ത് പൻവേലിന് സമീപമുള്ള സഹ്യാദ്രി പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പച്ചപ്പറന്ന വനഭൂമിയാണ് കർണാല ബേർഡ് സാഞ്ചുറി. ഇപ്പോൾ സ്കൈലൈൻ മാറി വരുന്നു. ഗ്രാമത്തിലുണ്ടായിരുന്ന ശബ്ദമില്ലായ്മ അതിജീവിച്ച് സിറ്റി ബൾസ് തുറന്നെത്തുന്നു. ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ്, ലോജിസ്റ്റിക്കൽ പാർക്സ്, അതിനോടൊപ്പമുള്ള ധാരാളം തൊഴിലവസരങ്ങൾ ഈ ഭാഗം തന്നെ മുംബൈ ഗ്രോത്തിന്റെ ബഫർ സോണായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ജോലിക്കും ബിസിനസ്സിനും ഒക്കെ നിരവധി ആളുകൾ ആദ്യം എത്തുന്നത് ഇവിടേക്കാണ്. നമ്മൾ ഈ പോകുന്ന റൂട്ടുകളൊക്കെയും പണ്ട് വ്യാപാരത്തിനും പ്രതിരോധത്തിനും ഒക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന പഴയ റൂട്ടുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ കാണുന്ന പല ഉപവഴികൾക്കും നൽകിയിരിക്കുന്നത് കോട്ടകളും തീരങ്ങളുമായും ബന്ധമുണ്ടായ പേരുകളാണ്. മഹാരാഷ്ട്രയുടെ ഹൃദയഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്ന 2 ശക്തമായ നഗരങ്ങളാണ് മുംബൈയും താനെയും. ഇരുവരും തമ്മിൽ വെറും 30 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂവെങ്കിലും അവരുടെ കഥകളും സ്വഭാവവും അത്ര തന്നെ വ്യത്യസ്തവും അതുല്യവുമാണ്. മുംബൈ, സ്വപ്നങ്ങളുടെ നഗരം, ഇന്ത്യയുടെ ധനകാര്യ തലസ്ഥാനം, ബോളിവുഡ് സിനിമാ ലോകത്തിന്റെ ഹൃദയമിടിപ്പ്, അത് തന്നെയാണ് മുംബൈ. ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ സ്വപ്നങ്ങളുമായി ഇവിടെ എത്തുന്നു, ജോലി തേടാനും ജീവിതം മാറ്റാനും സ്വന്തമായി ഒരു ഭാവി നിർമ്മിക്കാൻ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മറൈൻ ഡ്രൈവ്, ബാന്ദ്ര വേളി സീലിംഗ്, ഈ മുംബൈ നഗരത്തിന്റെ മുഖമുദ്രകളാണിവ. നമ്മുടെ ഇന്നത്തെ റൈഡ് നഗരമധ്യത്തിലൂടെ താനെയിലേക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ നഗരമായ മുംബൈയിൽ ഓരോ രാവിലെയും ഓരോ വൈകുന്നേരവും റോഡുകൾ നിറഞ്ഞാണ് വണ്ടികൾ ഒഴുകുന്നത്. കാറുകൾ, ബസ്സുകൾ, ഓട്ടോ, ബൈക്ക്, ട്രക്കുകൾ എല്ലാം ഒരേ സമയം ഒരേ വഴിയിൽ. താനെയിലേക്കുള്ള യാത്രയിൽ ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയുടെ ഇരുവശത്തും ആകാശം മുതൽ നിലം വരെ കെട്ടിടങ്ങൾ, ഫ്ലൈ ഓവറുകൾ, മെട്രോ ലൈൻ എല്ലാം നമുക്ക് കാണാം. ഓഫീസിൽ പോകുന്നവർ, സ്കൂൾ ബസ്സുകൾ, കയറ്റിറക്കമുള്ള ട്രക്കുകൾ, ഓൺലൈൻ ഡെലിവറി ബൈക്കുകൾ എല്ലാവരും ഈ ഹൈവേയിൽ അവരവരുടെ വഴിയിൽ പോരാട്ടം നടത്തുന്നവരാണ്. ഒരു ട്രാഫിക് സിഗ്നൽ കടക്കാൻ ചിലപ്പോൾ 15 മിനിറ്റിൽ കൂടുതൽ എടുക്കും. മുംബൈയിലെ ട്രാഫിക് നമ്മളെ പരീക്ഷിക്കും, പക്ഷേ അതിനൊപ്പം ഈ നഗരത്തിന്റെ എനർജിയും കാണിക്കും. ഇവിടെ എല്ലാ ദിവസവും ഒരു പുതിയ തുടക്കമാണ്, പുതിയ യാത്രയും. മുംബൈ താനെ റോഡ് ഒരു വഴിയല്ല, അത് മുംബൈയുടെ ജീവിതരേഖയാണ്. ഇന്നത്തെ റൈഡ് നല്ലൊരു അഡ്വഞ്ചറസ് റൈഡാണ്. കാരണം നല്ല തിരക്കുള്ള റോഡുകളാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. പോകുന്ന വഴിയിൽ കുറേ കട്ടറുകളും ചെളിക്കുണ്ടുകളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു അഡ്വഞ്ചറസ് ജേർണിയാണ് ഇന്ന് നടക്കുന്നത്. ഈ മുംബൈക്കും താനേക്കും ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. 1853 ഏപ്രിൽ 16 ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസം. അന്ന് മുംബൈയിൽ നിന്ന് താനയിലേക്കുള്ള 34 കിലോമീറ്റർ ദൂരത്തിൽ ആദ്യ റെയിൽ യാത്ര ആരംഭിച്ചു. ഇന്ന് ഞങ്ങൾ സൈക്കിൾ യാത്രയും. 2024 ആരംഭിച്ച ഓൾ ഇന്ത്യ റൈഡിന്റെ സീസൺ 2. 2024 സീസൺ 1 കൊച്ചിയിൽ നിന്നും ഗോവ വഴി രത്നഗിരി വരെയായിരുന്നു. ഞങ്ങളുടെ 2ാം സീസണായ ഈ യാത്ര രത്നഗിരിയിൽ നിന്ന് തുടങ്ങി ദ്വാരക വരെയാണ്. അങ്ങനെ നമ്മൾ മുംബൈ വിട്ട് താനെ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. താനെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നഗരങ്ങളിലൊന്നാണ്. ചരിത്രരേഖകൾ പ്രകാരം പ്രാചീന കാലത്ത് ശ്രീസ്ഥാനക എന്നായിരുന്നു ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. 9-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നാണ് തെളിവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും പിന്നീട് ഇവിടെ ഭരണാധികാരം സ്ഥാപിച്ചിരുന്നു. താനെ സിറ്റി ഓഫ് ലേക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ 35-ലധികം തടാകങ്ങളുണ്ട്. ഉപവൻ ലേക്ക്, മസുണ്ട ലേക്ക്, കച്ചരാലി ലേക്ക് ഇവയൊക്കെ ഇതിൽ പ്രശസ്തമാണ്. നഗരത്തിന്റെ മറ്റൊരു സവിശേഷത അതിന്റെ സുന്ദരമായ നൈസർഗിക സൗന്ദര്യവും ഹരിതാഭമായ മലകളുമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായതിനാൽ ഇവിടം ഹരിതാഭം പച്ചപ്പും നിറഞ്ഞതാണ്. താനയിലെ ഭക്ഷണം മുംബൈയിലെ മസാലയും കൊങ്കൺ തീരത്തിന്റെ രുചിയും ചേർന്നതാണ്. വടാപ്പാവ്, പാവ് ബജി, പൂരി ബാജി ഇവയൊക്കെയാണ് ഇവിടുത്തെ പോപ്പുലർ സ്നാക്സുകൾ. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡും അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ താനെ ഒരു ആധുനിക നഗരമാണ്. ഹൈറൈസുകൾ, മാളുകൾ, ഇൻഫർമേഷൻ ടെക്നോളജി പാർക്കുകൾ, മികച്ച റോഡ് കണക്ടിവിറ്റി എല്ലാം ഇവിടെ ലഭ്യമാണ്. അതേസമയം നഗരത്തിന്റെ ചരിത്രവും പ്രകൃതിയും ഇപ്പോഴും അതിന്റെ ആത്മാവെ തന്നെ നിലകൊള്ളുന്നു. ഞങ്ങൾ താനെ നഗരം വിട്ടിരിക്കുന്നു, പക്ഷേ തിരക്ക് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നഗരം വിട്ടതോടുകൂടി തന്നെ റോഡ് ഭയങ്കര മോശമായി. നല്ല അടിപൊളിയൊരു കയറ്റമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒടുവിൽ താനെ നഗരം വിടുമ്പോൾ സൂര്യൻ മങ്ങിത്തുടങ്ങുന്നു. റോഡിന്റെ ഇരുവശവും ലൈറ്റുകൾ തെളിഞ്ഞിരിക്കുന്നു. പിന്നോട്ട് നോക്കുമ്പോൾ മനസ്സിലൊരു സംതൃപ്തി. അതെ, ഇന്നും ഒരു ദിവസം വിജയകരമായി വായിച്ചു. ഇനി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു താമസ സ്ഥലം കണ്ടുപിടിക്കണം. അതിനുള്ള പരക്കം പാച്ചിലായി.
നേരം സന്ധ്യയായി തുടങ്ങി. ഇനി അങ്ങോട്ട് ഹോട്ടലുകളുണ്ടോയെന്നൊന്നും അറിയില്ല. എന്നാലും ഞങ്ങൾ പോവുകയാണ് ഹോട്ടലുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ. വഴി നല്ല മോശവും. ഇതൊരു നല്ല കയറ്റമായിരുന്നു കേട്ടോ. പുറകിൽ നിന്നുള്ള വണ്ടിയുടെ ഹോണടി കാരണം ഞങ്ങൾ നല്ല സ്പീഡിൽ കയറാൻ പറ്റി. ഇവിടെയുള്ള വണ്ടികളുടെ തിരക്ക് വളരെ ഭയപ്പെടുത്തുന്നതാണ്. പക്ഷേ വണ്ടിക്കാരെല്ലാം നല്ല മാന്യരാട്ടോ. എല്ലാവരും അത്യാവശ്യം നല്ല സൈഡൊക്കെ തന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒടുവിൽ ദ്വാരകയ്ക്ക് പോകുന്ന ഞങ്ങൾക്ക് ഹോട്ടൽ ദ്വാരകയിൽ സ്റ്റേ കിട്ടി. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. അടിപൊളി.